മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് സഹോദരിമാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രമോദിൻ്റെതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തി. തലശ്ശേരി കുയ്യാലിപ്പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടത്. ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിയേണ്ടതുണ്ട്. സലാം മുഹമ്മദ് വിരളും അയച്ചിരുന്നു. സലാം, എന്തുകൊണ്ടാണ് ഇത് പ്രമോദിൻ്റെതാണ് ഈ മൃതദേഹം എന്ന് തോന്നാൻ കാരണം? അജിംസെ, പോലീസ് അന്വേഷണ സംഘം നൽകിയ സൂചനകളെ തുടർന്നാണ് ഈ പ്രമോദിൻ്റെതാണ് മൃതദേഹം എന്നുള്ളൊരു സംശയത്തിൽ തലശ്ശേരി പോലീസ് ഇന്ന് രാവിലെ മൃതദേഹം കുയ്യാലിപ്പുഴയിൽ നിന്ന് ലഭിക്കുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACPയുടെ സംഘത്തെ അറിയിക്കുകയും ചെയ്തത്. ഏതായാലും ACPയുടെ സംഘം ഇപ്പോൾ തലശ്ശേരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും സ്ഥിരീകരണം ഉണ്ടാവുക എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് ACP, അതായത് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ തടമ്പാട്ട് താഴത്ത് താമസിക്കുന്ന സഹോദരിമാരായ വയോധികർ കൂടിയായിട്ടുള്ള ശ്രീജയ, പുഷ്പ എന്ന് പറയുന്ന രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആദ്യം ഇവരോടൊപ്പം താമസിച്ചിരുന്ന പ്രമോദ് എന്ന ഇവരുടെ ഇളയ സഹോദരൻ അവരാണ് ബന്ധുക്കളെ വിളിച്ച് ഒരാൾ മരിച്ചതായി അറിയിക്കുകയും പിന്നീട് ബന്ധുക്കൾ സ്ഥലത്തെത്തിയ സമയത്താണ് രണ്ടുപേരും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി അന്വേഷണത്തിൽ വ്യക്തമായത്. അതേ തുടർന്ന് നടത്തിയ അന്വേഷണം, അതായത് പ്രമോദിന് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായി പോലീസ് നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ തലശ്ശേരിയിലെ കുയ്യാലിപ്പുഴയിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തിയത് പ്രമോദിൻ്റെതാണെന്ന് പോലീസിന് സംശയം തോന്നുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACPയെ അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ ACPയുടെ സംഘം ഇപ്പോൾ തലശ്ശേരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ പ്രമോദിൻ്റെതാണെങ്കിൽ തുടർ നടപടികൾ, അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹോദരിമാരെ കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ പിന്നീട് എന്താണ് ഇയാളുടെ മരണത്തിലേക്ക് എത്തിച്ചത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കും. അങ്ങനെ ഈ കേസിൽ കൃത്യമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ഈ കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും സഹോദരനായിട്ടുള്ള പ്രമോദിൻ്റെ ഇതെന്ന് തോന്നിക്കുന്ന മൃതദേഹം തലശ്ശേരിയിലെ കുയ്യാലിപ്പുഴയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു.